എല്ലാവർക്കും നമസ്കാരം. സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ്, ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതൃത്വം എന്ന വിഷയത്തിലെ ആദ്യത്തെ അധ്യായമായ ഹാർഡ് കോർ പ്രിപ്പറേഷൻ, സൂക്ഷ്മവും കർശനവുമായ തയ്യാറെടുപ്പ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് സൂക്ഷ്മവും കർശനവുമായ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ കഠിനമായ തയ്യാറെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാമാണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കിക്കാണാം. ഏതൊരു സങ്കീർണമായ കാര്യവും ചെയ്യുന്നതിന് മുമ്പ് വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തയ്യാറെടുപ്പ് എല്ലാവരും നടത്തിയാൽ മാത്രമേ ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എത്രത്തോളം സങ്കീർണത കൂടുന്നു അത്രത്തോളം സങ്കീർണമായിട്ട് തന്നെ നമ്മൾ തയ്യാറെടുപ്പുകളും നടത്തേണ്ടതാണ്. ആ സങ്കീർണതക്ക് അനുസൃതമായിട്ടുള്ള വ്യാപ്തി നമ്മളെ തയ്യാറെടുപ്പിനും ഉണ്ടാകേണ്ടതാണ്. അപ്പം ഒരു നേതാവ് എന്ന നിലയിൽ അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ഇടപെട്ടിട്ടുള്ള ആ ദൗത്യം വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ ഉണ്ടാവേണ്ട എന്തെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ പറ്റിയുള്ള മുഴുവൻ അറിവും നമുക്കുണ്ടാവണം. ആ ഘടകങ്ങൾ എങ്ങനെ ശാംശീകരിക്കും, അത് എങ്ങനെ ഉപയോഗപ്രദമാക്കും എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. അതുകൂടാതെ ഒരു നേതാവ് എന്ന നിലയിൽ ഉണ്ടാവേണ്ട തയ്യാറെടുപ്പ്, ഒരു വ്യക്തി എന്ന നിലയിൽ ഉണ്ടാവേണ്ട തയ്യാറെടുപ്പും നമ്മൾ നടത്തേണ്ടതാണ്. ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ ദൗത്യം വിജയിക്കണം എന്നുണ്ടെങ്കിൽ സംശയത്തിന് അതീതമായി പറയാവുന്നതാണ്, നിർബന്ധമായും അദ്ദേഹം സൂക്ഷ്മമായ, കാര്യക്ഷമമായ, കഠിനമായ തയ്യാറെടുപ്പ് നടത്തണം. അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ധൈര്യം മാത്രം മതിയാകില്ല. ശാരീരികവും തന്ത്രപരമായിട്ടുള്ള പരിശീലനവും അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് പരിശീലനം, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്, അപ്പൊ നേതാവ് എന്ന നിലയിൽ നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതോടു കൂടി തന്നെ നമ്മളും തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മൾ തയ്യാറാവണം? നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ശാരീരിക ക്ഷമത നമുക്കുണ്ടായിരിക്കണം. നമ്മൾ മാനസികമായിട്ടുള്ള ക്ഷമത കൈവരിച്ചിരിക്കണം. നമുക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം നേടണം. എന്നാലേ ആ വിഷയത്തിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവുകയുള്ളൂ. ആ അറിവ് നേടിയത് പ്രാവർത്തികമാക്കാനുള്ള കഴിവും ശേഷിയും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും തയ്യാറെടുപ്പ് വളരെ വളരെ അത്യാവശ്യമാണ്. അതിന് തയ്യാറാവുക എന്നുള്ളത്. പിന്നെ തയ്യാറെടുപ്പ് ഓപ്ഷൻ അല്ല. ആക്ച്വലി തയ്യാറെടുപ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ളത് പറ്റില്ല. ചില അവസരത്തിൽ തയ്യാറെടുപ്പ് അതിജീവനമാണ്. അത് നമ്മളെ ഭാവി മുഴുവൻ നിശ്ചയിക്കുന്ന ഒരു കാര്യമായി മാറും. അപ്പൊ തയ്യാറെടുപ്പാണ് നേതാവിന്റെ യഥാർത്ഥ ആയുധം. ഒരാളുടെ ആയുധം, ഒരു നേതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ആയുധം എന്തിനുള്ളതാണ്? നിങ്ങൾ പോരാടാൻ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ആ ആയുധം ആണ് നിങ്ങളെ തയ്യാറെടുപ്പ്. നിങ്ങൾ എത്രത്തോളം ശക്തമായിട്ടുള്ള ആയുധം ഉപയോഗിക്കുന്നു അത്രത്തോളം ശക്തമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ നിങ്ങൾക്ക് മെനയാൻ കഴിയുകയും ആ യുദ്ധമാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ അതിൽ വിജയിക്കാൻ കഴിയണമെങ്കിൽ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ വേണം. അപ്പൊ ആ ആയുധമുള്ളതുകൊണ്ട് കാര്യമില്ല, ആയുധം ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പം അതെങ്ങനെയാന്ന് ആയുധം ഉപയോഗിക്കാൻ പഠിക്കുന്നത്? അത് പരിശീലിക്കുമ്പോഴാണ്. അപ്പൊ സത്യത്തിൽ പരിശീലനമാണ് ഒരു നേതാവിന്റെ ആയുധം. വിജയം ലക്ഷ്യത്തിൽ എത്തുന്നതിന് മാത്രമല്ല, ഓരോ ഘട്ടത്തിലും സുരക്ഷിതമായി അത് അതിജീവിക്കാനും ശക്തിയും കഴിവും നേടുന്നതിലാണ്. അപ്പൊ ഓരോ വിജയം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിൽ എത്തുക മാത്രമല്ല, ഓരോ ഘട്ടവും സുരക്ഷിതമായിട്ട് അത് പൂർത്തീകരിക്കാനും അതിലുള്ള എല്ലാ ദുർഘട നിമിഷങ്ങളും അതിജീവിക്കാനും ശക്തിയും കഴിവും നേടുന്നതും നിലനിൽക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് എവറസ്റ്റ് എന്നുള്ള പർവ്വതം കീഴടക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് ഒരു വ്യക്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് ആ എവറസ്റ്റിന്റെ മുകളിലെത്തുമ്പോൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു. പക്ഷെ സത്യത്തിൽ അതോടുകൂടി ആ ലക്ഷ്യം കഴിഞ്ഞോ? സത്യത്തിൽ അത് പൂർത്തിയായി വിജയിച്ചു എന്ന് പറയണമെങ്കിൽ വളരെ സുരക്ഷിതമായി തന്നെ അദ്ദേഹം ആ എവറസ്റ്റിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി സുരക്ഷിതമായി സ്വന്തം വീട്ടിലെത്തണം. അപ്പോൾ മാത്രമേ അത് അതിജീവനമാകുന്നുള്ളൂ. അല്ലാതെ അദ്ദേഹം എവറസ്റ്റ് കീഴടക്കി ആ എവറസ്റ്റിന്റെ മുകൾ ഭാഗത്ത് പോയി നിന്ന് പിന്നെ തിരിച്ചു വരാനുള്ള ശേഷിയൊന്നും ആർജിക്കാതെയാണ് പോയതെങ്കിൽ അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ
അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള ദൗത്യം ലക്ഷ്യമായിട്ടുള്ള എവറസ്റ്റ് കീഴടക്കുക എന്നുള്ളത് പൂർത്തീകരിച്ചെങ്കിലും അതിനുശേഷം അദ്ദേഹം അതിജീവിച്ചില്ല എന്നുള്ളതാണ്. നമുക്കത് ബിസിനസ്സിലൊക്കെ കാണാം. ചില ആൾക്കാർ വളരെയധികം ഉത്സാഹത്തോടു കൂടി തന്റെ സ്വപ്നമായ ബിസിനസ് തുടങ്ങുകയും എന്നാൽ സ്വപ്നമായ ബിസിനസ് തുടങ്ങിയതിന് ശേഷം അത് പ്രവർത്തനം വിജയകരമായി കൊണ്ടുപോകാൻ കഴിയാതെ പരാജയപ്പെട്ട് പോകുന്നത് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഒരു ലക്ഷ്യത്തിന്റെ പല ഘട്ടങ്ങളുണ്ടാകും. ഓരോ ഘട്ടവും വിജയിക്കുമ്പോഴും ആ ഘട്ടത്തിന് ശേഷം വരുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാവർത്തികമായി വീണ്ടും വിജയിപ്പിക്കാനുള്ള ശേഷിയും കൂടി ആർജിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടം മാത്രം വിജയിപ്പിച്ച് നിന്നതുകൊണ്ട് നിങ്ങളെ ദൗത്യം വിജയിക്കുന്നില്ല. ഓരോ ഘട്ടം കഴിയുമ്പോൾ അടുത്ത വരുന്ന ഘട്ടം കൂടി നമുക്ക് വിജയകരമായി പൂർത്തീകരിച്ച് അതിനുശേഷം വരുന്നതും കൂടി പൂർത്തീകരിക്കാനുള്ള ശേഷി ആർജിക്കേണ്ടതുണ്ട്. അത് ആർജിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്, പരിശീലനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ തയ്യാറാവുക, നിലനിൽക്കുക, നയിക്കുക. നിങ്ങൾ തയ്യാറാവുക, നിങ്ങൾ പരിശീലിപ്പിക്കുക, എന്നിട്ട് ഏത് ചാലഞ്ചും ഫേസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിലനിൽക്കുകയും അത് പിന്നീട് നിങ്ങൾ ഒരു നേതാവായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും. മാനസിക കരുത്ത് മാത്രം പോരാ. അടുത്ത പോയിന്റ്, മാനസിക കരുത്ത് മാത്രം പോരാ. മാനസിക കരുത്ത് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ മാനസിക കരുത്തിനനുസരിച്ച് തന്നെ ശരിയായ ടെക്നിക്കൽ സ്കില്ലും സ്ഥിരമായ പരിശീലനവും വളരെ അതുല്യമായ മൂല്യമുള്ള ഒരു സാധനമാണ്. അപ്പം ഒരു വലിയ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തീകരിക്കുന്നത് ഒരു സുപ്രധാന നേട്ടം തന്നെയാണ്. പക്ഷെ അതിനുശേഷം വരുന്ന വെല്ലുവിളികൾ, പ്രതീക്ഷകൾ, അടുത്ത ഘട്ടങ്ങൾ എന്നിവയും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ നേതാവിന് സാധിക്കണം. അപ്പൊ നമുക്ക് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, മനസ്സിൽ ഒരുപാട് ശക്തി ഉണ്ടാവും. പക്ഷെ അതിനനുസൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശാരീരികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്കില്ലായിട്ടുള്ള സാഹചര്യങ്ങളും കൂടി നമ്മൾ പരിശീലിച്ച് ഉണ്ടാക്കി എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പരിശീലിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് പരിശീലിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം യഥാർത്ഥ സാഹചര്യം എന്ന പോലെ തന്നെ പരിശീലിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇടപെടാൻ പോകുന്ന ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു ദൗത്യത്തിലോ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അത് പുനരാവിഷ്കരിച്ച് അതിന് തത്തുല്യമായ രീതിയിലുള്ള പരിശീലന സാഹചര്യത്തിൽ വേണം നമുക്ക് പരിശീലിക്കാൻ. നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് നീന്തൽ നീന്തൽ പരിശീലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ട് നീന്തൽ പരിശീലിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് നീന്തലിന്റെ പല ടെക്നിക്സ് മനസ്സിലാവുമെങ്കിലും അതിന്റെ പല ഘടകങ്ങൾ മനസ്സിലാവുമെങ്കിലും അത് ഒരു കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ ഒരു കടലിലോ പോയി നിങ്ങൾ പരിശീലിച്ചാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ നീന്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ തിയറിറ്റിക്കൽ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നീന്തൽക്കാരനായി മാറാൻ സാധിക്കില്ല. അപ്പൊ ശരിയായ സാഹചര്യം ത്തിൽ വേണം നമ്മൾ പരിശീലിക്കാൻ. അതിനുള്ള ഒരു ഉദാഹരണമാണ് നാസയുടെ ആർട്ടിമിസ് 2 മിഷൻ. ആ മിഷനിൽ പോയിട്ടുള്ളവർ അവർ പല ഘട്ടങ്ങളുണ്ട്. ആ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നതിന് സമാനമായിട്ടുള്ള സാഹചര്യം ഭൂമിയിൽ സൃഷ്ടിച്ച് അതിലൂടെ കടന്നു പോയിട്ടാണ് അവർ പരിശീലനം നേടിയിട്ടുള്ളത്. ഓറിയോൺ ക്യാപ്സൂളിലുള്ള പോലുള്ള അതിന് സമാനമായ സ്റ്റിമുലേറ്ററുകളിലൂടെയാണ് മണിക്കൂറോളം അവർ പരിശീലിച്ച് അതിലെങ്ങനെ കഴിയണം എന്നുള്ളത് അവർ പഠിച്ചത്. അടിയന്തര സാഹചര്യങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ച് അതിലൂടെ പരിശീലനം നേടിയിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ചന്ദ്രനിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, കൃത്യമായി ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ അതിലുള്ള പരിശീലനം നേടിയിട്ടുണ്ട്. അപ്പൊ അവർ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, ട്രെയിൻ ലൈക്ക് ഇസ് ദ റിയൽ തിങ്. യഥാർത്ഥ സാഹചര്യം പുനരാവിഷ്കരിച്ച് പരിശീലിക്കുന്നതാണ് മികച്ച തെരഞ്ഞെടുപ്പ്. അല്ലാതെ പരിശീലന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി കൃത്രിമമായ ശരിയായ സാഹചര്യം പ്രതിഫലിക്കാത്ത വളരെ സുഖകരമായ സാഹചര്യത്തിൽ പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ദൗത്യം വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം യഥാർത്ഥ സാഹചര്യം തന്നെ സൃഷ്ടിച്ച് അതിൽ തന്നെ പരിശീലിക്കുക എന്നുള്ളതാണ് ഒരു നേതാവ് വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട പരിശീലന തന്ത്രം എന്ന് പറയുന്നത്. നേതാക്കൾ ആർജിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉറക്കക്കുറവ് പരിശീലിക്കുക എന്നുള്ളത്. അതായത് പല നിർണായക ഘട്ടങ്ങളിലും
പ്രത്യേകിച്ച് സങ്കീർണമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുമ്പം അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ദൗത്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾക്ക് പല രീതിയിലും ഉറങ്ങാൻ കഴിയാത്ത അവസരം ഉണ്ടാവുകയും ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അവസരങ്ങൾ ഉണ്ടാവുകയും നമുക്കറിയാലോ, ഊണും ഉറക്കവും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവും. അപ്പൊ ഊണും ഉറക്കവും ഇല്ലാതെ ജോലി ചെയ്യാൻ ശേഷി ഉണ്ടാവണമെങ്കിൽ അത് ശീലിക്കണം. ഉറക്കം ഒഴിഞ്ഞ് ഉറക്കക്കുറവ് പരിശീലിക്കുക തന്നെ വേണം. അപ്പൊ നിങ്ങൾ ക്ഷീണിതനായാലും നിങ്ങളുടെ ചിന്തയും തീരുമാനങ്ങളും ശക്തിയുള്ളതും ശരിയായതുമായിരിക്കണം. നിങ്ങൾ ക്ഷീണിച്ചു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കുറവുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാവാനോ മറ്റുള്ളവരെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതോ ഒന്നും ആയി പോവാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഉറക്കക്കുറവുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും ശരിയായി തന്നെ ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് വളരെ സങ്കീർണമായ ദൗത്യങ്ങള് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഉദാഹരണമായിട്ടുള്ള ചന്ദ്രനിലേക്കുള്ള ദൗത്യം, അതുപോലെ മൗണ്ട് എവറസ്റ്റ് കയറാനുള്ള ദൗത്യം, അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയ നടക്കുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം സമ്മർദ്ദത്തിലും വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു അവസരം ഉണ്ടാകുമ്പം ഉറക്കമില്ലാത്ത അവസരത്തിലും ഈ കാര്യങ്ങളൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യേണ്ട അവസരം ഉണ്ടാകും. അപ്പൊ ഉറക്കക്കുറവ് എന്നുള്ളത് പരിശീലിച്ച് നേടേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ പ്ലാൻ പ്രവർത്തിക്കാത്തപ്പോൾ അത് മാറ്റാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതൊരു വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര തന്നെ പ്ലാൻ ചെയ്താണെങ്കിലും, എത്ര തന്നെ തയ്യാറെടുപ്പെടുത്തെങ്കിലും, എത്ര തന്നെ പരിശീലനം നേടിയെങ്കിലും ചില അവസരങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോവാത്തൊരവസരം ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാത്ത ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സാഹചര്യങ്ങളെ തിരിച്ചറിയാനും അത് മാറ്റാനും, നമ്മുടെ ആ തീരുമാനങ്ങൾ മാറ്റാനും തയ്യാറാവുക എന്നുള്ളതാണ്. ഒരു രീതിയോ പദ്ധതിയോ ഫലം കാണുന്നില്ലെങ്കിൽ അതിനെ പിടിച്ച് വാശിയോടെ അത് തന്നെ നടപ്പിലാക്കുന്നുള്ള വാശിയോടെ നിൽക്കുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും അതൊരു പരാജയത്തിലേക്ക് പോവുകയും ചെയ്യും. നല്ല നേതാക്കൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തിരിച്ചറിയുകയും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും എന്താണ് പ്രവർത്തിക്കാത്തതെന്നും വിലയിരുത്തുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യും. ഫലമില്ലെങ്കിൽ ദിശ മാറ്റുക, ലക്ഷ്യം വിട്ടു പോകേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്കുള്ള ഫലത്തിലേക്കുള്ള വഴി ശരിയായി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വഴി മാറ്റുക എന്നുള്ളത് ആണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. അപ്പം അത് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ മറ്റൊരു വളരെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്, ഏതൊരു ദൗത്യവും അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുന്നതിന് ആദ്യം തയ്യാറാവേണ്ടത് നേതാവാണ്. അത് ആ പ്രൊജക്റ്റ്, ആ ദൗത്യം, അല്ലെങ്കിൽ ആ ലക്ഷ്യം, ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്തം ആരാണോ, മിക്കവാറും അതൊരു നേതാവാണ്. ഒരു മാനേജറോ അല്ലെങ്കിൽ സിഇഒ അല്ലെങ്കിൽ ഒരു ടീം ലീഡറോ ക്യാപ്റ്റനോ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു കുട്ടി, പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടി, ആ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിക്ക് പരീക്ഷ വിജയകരമായി പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തയ്യാറാവേണ്ട ആ കുട്ടി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരു സിഇഒ. ഒരു കമ്പനി കാര്യങ്ങൾ വൃത്തിയായി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം സിഇഒ തയ്യാറാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ഷനിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തയ്യാറാവേണ്ടത് രാഷ്ട്രീയത്തിലെ നേതാക്കളാണ്. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആ കാര്യത്തിനെ പറ്റി അഗാധമായ പാണ്ഡിത്യം എന്നല്ല, അഗാധമായിട്ടുള്ള അറിവും അതിലുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും അതിന് വേണ്ട ശേഷികളും അതിന് വേണ്ട റിസോഴ്സുകളും അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളും ഉണ്ടാക്കി എടുക്കേണ്ടത് ഒരു നേതാവിന്റെ ആദ്യത്തെ കടമയാണ്. അതായത് ഏറ്റവും ആദ്യം തയ്യാറായി ആ കാര്യം ചെയ്യാൻ മുന്നോട്ട് വരേണ്ടതും തയ്യാറെടുക്കേണ്ടതും നേതാവാണ്. ലീഡേഴ്സ് മസ്റ്റ് ഷോ അപ്പ് റെഡി. അപ്പൊ ലീഡർ എന്ന് പറയുന്ന ആള്, നേതാവ് എന്ന് പറയുന്ന ആള് ആ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ആ കാര്യത്തിന് വേണ്ടി താൻ എല്ലാ രീതിയിലും സജ്ജമാണ്, തയ്യാറാണ് എന്നത് കാണിച്ചിരിക്കണം. ഉയർന്ന നിലവാരമാണ് നേതാവിന്റെ മാനദണ്ഡമെങ്കിൽ
തീർച്ചയായിട്ടും തന്റെ കൂടെ പ്രവർത്തിക്കുന്ന അതേ ഉയർന്ന നിലവാരം കാണിക്കും. നിലവാര തകർച്ച നേതാവിൽ കണ്ടാൽ അത് ആ പ്രൊജക്ടുമായി ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരിലും ആ തകർച്ച കാണും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഒരു നേതാവാണ്, ഒരു മാനേജറാണ് ഒരു പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും സ്വാഭാവികമായിട്ടും അഴിമതി ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സപ്ലയേഴ്സ് ആണെങ്കിലും കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ അതിനൊക്കെ ആ രീതിയിലേക്ക് മാറും. അപ്പം നേതാവിന്റെ മാനദണ്ഡം എന്താണോ അത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയും മാനദണ്ഡം. അപ്പൊ നേതാവ് ഉയർന്ന നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരിൽ നിന്നും ഉയർന്ന പ്രകടനം പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. നേതാവ് വളരെ ഊർജ്ജസ്വലനാണ്, നേതാവ് വളരെ ഉത്സാഹമുള്ള ആളാണ്, നേതാവിന് നല്ല അറിവുള്ള ആളാണ്, നേതാവ് വളരെയധികം സത്യസന്ധനാണ്, നേതാവ് വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൂടെ ഉള്ളവരും ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം അത് ഇല്ലാത്ത ആൾക്കാരെ വെച്ച് പൊറുപ്പിക്കില്ല നേതാവ് എന്നുള്ള ധാരണ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് ഉണ്ടായിരിക്കും. ഒരു നേതാവ് എന്ന നിലയിൽ ടീമിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശാരീരികവുമായും വൈകാരികവും മാനസികവുമായി നേതാവ് തയ്യാറാവണം. ഏത് സമ്മർദ്ദ സമയത്തും കൃത്യമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ശേഷിയും ബുദ്ധിയും ആ നേതാവിന് ഉണ്ടായിരിക്കണം, കഴിവും ഉണ്ടായിരിക്കണം. നേതാവ് 3 തലത്തിലാണ് തയ്യാറായിരിക്കേണ്ടത്. ശാരീരികമായി തയ്യാറായിരിക്കണം. വളരെ ശാരീരികമായി എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ഊർജ്ജസ്വലനായിരിക്കണം, കായികശേഷി ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. മാനസികമായി ഏത് സമ്മർദ്ദത്തിലും വ്യക്തമായ തീരുമാനങ്ങളും ചിന്തകളും നടപടികളും എടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ 2 ടീം അംഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പതറാതെ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുത്ത് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശേഷി ഉണ്ടാവണം. ടീമിന് സ്ഥിരതയോടെ പിന്തുണയ്ക്കാൻ കഴിയണം. ഭാവനാത്മകമായിട്ടുള്ള ശേഷി, കാരണം എന്താ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവാൻ ഫെയർനെസ്സോട് കൂടി എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവണം. അപ്പം ഈ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ കഴിവുകളൊക്കെ ആർജിച്ച് ആദ്യം തയ്യാറായി വരേണ്ടത് മറ്റാരുമല്ല, ആ പ്രൊജക്ട് അല്ലെങ്കിൽ ആ ദൗത്യം നയിക്കുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം എല്ലാ രീതിയിലും തയ്യാറായി വരണം. അത് വളരെ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു ശേഷി എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആഗ്രഹം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്നതിന് അതിര് കടന്ന് വിലയിരുത്തരുത്. അത് വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, അത് നേതാവ് എന്നുള്ളതല്ല, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആഗ്രഹം, ഡിസയർ എന്ന് പറയുന്നത് ഒരു ഇന്ധനമാണ്, അതൊരു ശേഷിയാണ്, അതൊരു പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. ആദ്യം ഉണ്ടാവേണ്ട ആഗ്രഹമാണ്. പക്ഷെ ആ ആഗ്രഹം മാത്രം പോരാ. ഒരാൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടെന്ന് ഒറ്റക്ക് വിജയിക്കുമെന്നും കരുതുന്നത് തെറ്റാണ്. അതായത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും നമ്മൾ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി. പക്ഷെ ആ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ശേഷി നമുക്കുണ്ടോ? നമ്മൾ ആ ശേഷി ആർജിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആ ശേഷിക്ക് അനുസൃതമായിട്ടുള്ള റിസോഴ്സസ് നമ്മളെ കയ്യിലുണ്ടോ? സാങ്കേതികമായിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടോ? മാനസികമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ? തന്ത്രപരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുള്ളവരുണ്ടോ? ടെക്നോളജി നമ്മുടെ അടുത്ത് ഉണ്ടോ? അതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പ്രാവർത്തികമായിട്ട് യഥാർത്ഥ ബോധത്തോടു കൂടി ചിന്തിക്കണം. യഥാർത്ഥ വിജയം ലഭിക്കാൻ പരിശീലനം, ശീലങ്ങൾ, തയ്യാറെടുപ്പുകൾ വളരെ വളരെ അത്യാവശ്യമാണ്. ക്ഷീണിച്ചും തയ്യാറുമില്ലാതെയാണ് ഒരു കാര്യം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആ നേതാവിനെ ആശ്രയിക്കുന്നവരെയും പരാജയപ്പെടുത്തും. ആ ആശ്രയിക്കുന്ന ആൾക്കാർക്കും അപകടമാണ്. അപ്പം ഒരു നേതാവ് തയ്യാറായിട്ട് ആഗ്രഹങ്ങൾ മാത്രമായി വരികയും എന്നാൽ അതിന് വേണ്ട ഒരു റിസോഴ്സസും ഒരു കഴിവും അദ്ദേഹത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാൻ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിരാശാജനകമായിട്ടുള്ള കാര്യമായി മാറുകയും അത് വലിയ പരാജയത്തിലേക്ക് പോവുകയാണ് ചെയ്യുക.
മറ്റൊരു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, നമ്മൾ ചെയ്യുന്ന പരിശീലനം, നമ്മൾ നടത്തുന്ന പരിശീലനം യഥാർത്ഥ വെല്ലുവിളികളെ അനുകരിക്കുന്നതല്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു യഥാർത്ഥ പരിശീലനമല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റ് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ആഗ്രഹം മാത്രം പോരാ, പരിശീലനവും തയ്യാറെടുപ്പും നേതാവിന്റെ ഏറ്റവും വലിയ കവചമാണ്, സുരക്ഷാ കവചമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം പരിശീലനം ചെയ്യുക, തയ്യാറെടുപ്പുകൾ എടുക്കുക, പരിശീലിക്കുക, യഥാർത്ഥ സാഹചര്യം പുനരാവിഷ്കരിച്ച് അതിൽ തയ്യാറെടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തയ്യാറെടുപ്പുകൾ ഇല്ലാത്ത ഒരു നേതാവിന്റെ കൂടെ ജോലി ചെയ്യാൻ മറ്റുള്ളവർ ആരും തയ്യാറായിക്കൊള്ളുന്നില്ല. കാരണം അത് അവർക്ക് തന്നെ അപകടം വരുത്താൻ സാധ്യതയുണ്ട്. അപ്പം നേതാവിന്റെ തെറ്റുകളും കഴിവുകേടുകളും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരുടെ മേലിൽ ചുമത്താനും അവരെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അപകടകരാവസ്ഥയിലേക്ക് നീക്കാനും ഉള്ള ഒരു സാഹചര്യം ഈ നേതാവിന്റെ തയ്യാറെടുപ്പില്ലായ്മയിലൂടെ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആഗ്രഹം ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ ആഗ്രഹം മാത്രം പോരാ, ആഗ്രഹം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശേഷിയും സാഹചര്യവും നേതാവ് സൃഷ്ടിക്കേണ്ടതുണ്ട്. ആദ്യത്തെ അധ്യായമായ ഹാർഡ് കോർ പ്രിപ്പറേഷൻ എന്നുള്ളതിന്റെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇത്രയും സ്ലൈഡുകളുടെ ഒരു സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥ സാഹചര്യത്തിൽ തന്നെ പരിശീലിക്കുക. തയ്യാറെടുപ്പില്ലാത്തത് പരാജയത്തിലേക്ക് തീർച്ചയായും നയിക്കും. നിങ്ങളുടെ നേതൃത്വത്തെ ഒരു ദൗത്യമായി കാണുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഘട്ടത്തിലും വിജയിക്കണം. ഏതെങ്കിലും ഒരു ഘട്ടം മാത്രമായി വിജയിച്ചാൽ പോരാ. ആ ദൗത്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്ത് തിരിച്ച് നോർമൽ സ്ഥാനത്തേക്ക് വരുന്ന പോലെ, ഒരു ചന്ദ്രനിലേക്ക് പോകുന്ന ദൗത്യം പോലെ, അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ നടത്തുക എന്നുള്ള സങ്കീർണമായ ദൗത്യം, അല്ലെങ്കിൽ ഒരു എവറസ്റ്റ് കൊടുമുടി കയറുക എന്നുള്ള ദൗത്യം. അപ്പൊ ആ ദൗത്യത്തിൽ പല ഘട്ടങ്ങളുണ്ട്. ആ ഓരോ ഘട്ടവും വിജയകരമായി പൂർത്തീകരിച്ച് അടുത്ത ദൗത്യത്തിലേക്ക് കടക്കാനും ആ ഘട്ടവും പൂർത്തീകരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി തിരിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തുക എന്നുള്ള ആ ഒരു ഘട്ടവും പൂർത്തീകരിച്ച് മൊത്തത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശീലനവും തയ്യാറെടുപ്പുകളും പഠിക്കുക, ചെയ്യുക. ക്ഷീണവും തളർച്ചയും ഒഴിവാക്കാൻ നിങ്ങളുടെ തന്ത്രം എപ്പോൾ മാറ്റണമെന്ന് തിരിച്ചറിയുക. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ക്ഷീണമോ തളർച്ചയോ ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടെയുള്ളവരെ ബാധിക്കാതിരിക്കാൻ എപ്പം നിങ്ങളെ തന്ത്രം മാറ്റണമോ അപ്പോൾ അത് തന്ത്രം മാറ്റുക. നിങ്ങളുടെ നിലവാരം സ്ഥാപിക്കുമ്പോൾ കാര്യങ്ങൾ കഠിനമായാലും ആളുകളെ നിങ്ങളുടെ മാതൃക പിന്തുടരും. അത് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നേതാവിന്റെ നിലവാരത്തിനനുസരിച്ചായിരിക്കും അണികളുടെയും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെയും നിലവാരം. അപ്പം നേതാവിന്റെ നിലവാരം ഉയർന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും എത്ര തന്നെ കഠിനമാണ് എങ്കിൽ പോലും കൂടെ നിന്ന് നേതാവിനെ പിന്തുടരുന്ന ആൾക്കാർ ആ കഠിനമായ സാഹചര്യത്തിലൂടെയും കടന്നു പോകാൻ തയ്യാറാവും. അതേസമയത്ത് നേതാവ് നിലവാരമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അണികൾക്കും നേതാവിനെ പിന്തുടരുന്നവർക്കും ആ തരത്തിലുള്ള നിലവാര തകർച്ച നമുക്ക് കാണാൻ കഴിയും. തന്ത്രങ്ങൾ ഫലിച്ചില്ലെങ്കിൽ തീർച്ചയായും മാറ്റുക. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യത്തിൽ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകുന്നത് അപകടമാവുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിക്കാൻ തയ്യാറാവുക. കുറച്ചും കൂടി പരിചയമുള്ള ആരുമായിട്ട് ചർച്ച ചെയ്യാൻ മനസ്സ് കാണിക്കുക. തന്നെക്കാളും ഈ കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തി ലക്ഷ്യം കാണാൻ പരിശ്രമിക്കുക. ദൗർബല്യങ്ങളെ മുൻകൂട്ടി കണക്കാക്കുക. നമ്മളെ ദൗർബല്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ളവരുടെ ദൗർബല്യങ്ങളും നമുക്കുള്ള റിസോഴ്സുകളുടെയും ദൗർബല്യങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് തരണം ചെയ്യാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കേണ്ടതാണ് ഒരു നേതാവ് എന്ന നിലയിൽ. ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് നേതൃത്വം ഒരു പദവിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്.
ഒരു നേതാവ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ അല്ല, ഏതെങ്കിലും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള പൊസിഷൻ അല്ല, ഒരു വലിയ ലക്ഷ്യം നേടാനുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ തോളിലുള്ളത്, നിങ്ങൾ നിറവേറ്റേണ്ടത്. അത് നിറവേറ്റണമെങ്കിൽ പരിശീലനവും തയ്യാറെടുപ്പും വളരെ വളരെ പ്രാഥമികമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. എന്തായാലും അടുത്ത സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഈ സെഷൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്ത സെഷനിലേക്ക് പോകാം.